നമുക്കറിയാം റിപ്പോർട്ടർ ചാനലുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന നടപടികൾ എന്തൊക്കെയാണെന്നുള്ളത്. അതിൽ ഏറ്റവും ലാസ്റ്റ് ഉണ്ടായത് 2020 കൺവീനറായ ഇപ്പോൾ ഇന്ത്യ മുന്നണിയിലുള്ള സാബു ജേക്കബ് കേരള ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയിരുന്നു. ഈ ചാനൽ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഉടമകൾക്ക് അതിനുള്ള അനുമതിയില്ല, അതുകൂടാതെ ഇതിൻ്റെ ഒരു ഉടമസ്ഥാവകാശം കൈമാറിയിരിക്കുന്ന ചട്ടങ്ങൾ മറികടന്നാണ്, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് യഥാർത്ഥ ഉടമകൾ വ്യക്തമല്ല എന്നുള്ള ഇതിൻ്റെ അകത്തൊരു തീരുമാനം ഉണ്ടാകണമെന്നും കാണിച്ചുകൊണ്ടാണ് ഇദ്ദേഹം ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഇതിൽ ഇന്നലെ ഏറെ പ്രധാനമായ 2-3 കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ചാനലിൻ്റെ സുരക്ഷാ ക്ലിയറൻസ് പിൻവലിച്ചുവെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഹൈക്കോടതിയെ അറിയിച്ചാണ്. അതിൻ്റെ കാരണം ഈ ഉടമസ്ഥാവകാശം കൈമാറിയതിൻ്റെ വിവരങ്ങൾ കൃത്യമായിട്ട് ഇതിൻ്റെ നിലവിലുണ്ടായിരുന്ന ലൈസൻസിയായ എം ഇ നികേഷ് കുമാർ അറിയിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് പിൻവലിച്ചിരിക്കുകയാണ്. മറ്റൊന്ന്, ഈ 2 മാസത്തിനുള്ളിൽ ഇതിനെ സംബന്ധിച്ചുള്ള വിശദീകരണം എം ഇ നികേഷ് കുമാർ നൽകേണ്ടതുണ്ട്. ആ വിശദീകരണം തൃപ്തികരമാണെങ്കിൽ മാത്രം കേന്ദ്രത്തിന് ബാക്കിയുള്ള നടപടികൾ തീരുമാനിക്കാമെന്നും കൂടി പറഞ്ഞ് ഹൈക്കോടതി ഈ ഹർജി തീർപ്പാക്കിയിട്ടുണ്ട്. ഇതിന് പിന്നാലെ സാബുവും ജേക്കബ് കുറേ കൂടി കടുത്ത ആരോപണങ്ങളുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഈ റിപ്പോർട്ടർ ചാനൽ നടത്തുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ആൾക്കാർ വലിയ തട്ടിപ്പുകാരാണ്. മുൻപ് മരമുറി കേസുമായിട്ട് ബന്ധപ്പെട്ട് ജയിലിലായിരുന്നവർ ഇടതുപക്ഷം അധികാരത്തിൽ വന്നതിന് പിന്നാലെ ജയിൽ മോചിതരാകുന്നു, ഒരു ചാനൽ നടത്തുന്നു. ആ ചാനൽ കൈരളിയേക്കാൾ വലിയ രീതിയിൽ ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട് മുന്നിൽ നിന്ന് പ്രചാരം നടത്തുന്നു. ഇതിൻ്റെ പിന്നിൽ നടക്കുന്ന എന്തൊക്കെയാണ്, നിലവിൽ ആ ചാനൽ അടച്ചുപൂട്ടിയിട്ട് അവർ മാപ്പ് പറയണം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇന്ന് സാബുവും ജേക്കബ് വാർത്താ സമ്മേളനത്തിലും ആവശ്യപ്പെട്ട് ഇതിലേക്കാണ്. പ്രമോദ് സാർ, റിപ്പോർട്ടർ ചാനലുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ മുമ്പ് തന്നെയുണ്ട്. അതിൻ്റെ ഉടമസ്ഥരുമായി ബന്ധപ്പെട്ട് ഇപ്പോഴുള്ള നമുക്കറിയാം മീഡിയ വൺ സുരക്ഷാ ക്ലിയറൻസുമായിട്ട് ബന്ധപ്പെട്ട് കടന്നുപോയ ആ വഴികൾ നമുക്കറിയാവുന്നതാണ്. അപ്പോഴാണ് റിപ്പോർട്ടർ ചാനലിന് അത്തരത്തിൽ സുരക്ഷാ ക്ലിയറൻസ് ഇല്ലെന്നും കഴിഞ്ഞ 2 വർഷമായിട്ടില്ലെന്നുള്ള വിവരം കൂടിയിട്ടാണ് പുറത്തു വരുന്നത്. അല്ല, തുടർ നടപടികൾക്ക് കോടതി ഒരു സമയം കൂടിയിട്ട് കൊടുത്തിട്ടുണ്ട്. നിലവിലെ ഈ സ്ഥിതി വെച്ചിട്ട് എങ്ങനെയാണ് അതിന് വിശദീകരിക്കുക? അല്ല, ഇപ്പോൾ പുറത്തു വന്ന വിവരങ്ങൾ സത്യമാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഹൈക്കോടതിയിൽ അറിയിച്ചിരിക്കുന്നു എന്നാണല്ലോ. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഹൈക്കോടതിയിൽ അറിയിച്ചിരിക്കുന്നു ഇതിന് സുരക്ഷാ ക്ലിയറൻസ് ഇല്ല എന്ന്. സിഗേഷ് ഓർമ്മയുണ്ടല്ലോ, മീഡിയ വണ്ണിന് സുരക്ഷാ ക്ലിയറൻസ് ഇല്ല എന്ന ഒരു വിവരം നേരിട്ട് നമുക്ക് കിട്ടുന്നതും അതിന് മുമ്പായിട്ട് നിങ്ങൾ നിങ്ങളുടെ സുരക്ഷാ ക്ലിയറൻസ് പോയി, അതുകൊണ്ട് ലൈസൻസ് പിൻവലിക്കാൻ പോവുകയാണ്, അത് പിൻവലിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ കാരണം ബോധിപ്പിക്കണം എന്ന് പറഞ്ഞ് നമുക്ക് ലെറ്റർ കിട്ടുന്നു 1 മാസം മുമ്പ്. അപ്പോൾ ആ ലെറ്ററിൽ നമുക്ക് എന്ത് കാരണം കൊണ്ടാണ് ഇത് റദ്ദ് ചെയ്യുന്നതെന്ന് അറിയില്ല എന്നുള്ളത് കൊണ്ട് നമ്മളത് ചോദിക്കുന്നു വീണ്ടും, എന്ത് കാരണം കൊണ്ടാണ് ക്ലിയറൻസ് ഇല്ലാതെ പോകുന്നതെന്ന് ചോദിക്കുന്നു. അതിന് മറുപടി വരുന്നില്ല. അവസാനം ആ വിവരം ഒരു സീൽഡ് കവറിലാണ് ഹൈക്കോടതിയിൽ എത്തുന്നത്. ഇതിപ്പോൾ സീൽഡ് കവറിലൊന്നുമല്ല, അവിടെ അഭിഭാഷകൻ പറഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ എന്താണ് ഇതിനകത്ത്? അത് ശരിയാണെങ്കിൽ യഥാർത്ഥത്തിൽ സുരക്ഷാ ക്ലിയറൻസ് ഇല്ലാതെ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്നു എന്ന് പറയുന്നത് അസംഭാവ്യമാണ്. ഒന്നാമത്തെ കാര്യം, അത് അങ്ങേയറ്റം നിയമവിരുദ്ധമാണ്. നമ്മളിവിടെ കണ്ടത് 2 കമ്പനികളുടെ കാര്യമാണ് ഇവിടെ നിൽക്കുന്നത്. ഒന്നിപ്പോൾ ഈ ആൻറ്റോ അഗസ്റ്റിൻ MD ആയിട്ടുള്ള കമ്പനി, ആ കമ്പനി റിപ്പോർട്ടർ TV ബ്രോഡ്കാസ്റ്റിംഗ് ലിമിറ്റഡ് സംതിങ് ലൈക്ക് ദാറ്റ്, എനിക്ക് എക്സൈറ്റ് ആയിട്ടില്ല. അപ്പോൾ ആ കമ്പനിയെ സംബന്ധിച്ചിടത്തോളമാണ് ഇപ്പോൾ ലൈസൻസ് ഇല്ലാതെ ഈ ചാനൽ നടത്തിക്കൊണ്ട്, അദ്ദേഹമാണല്ലോ MD, അദ്ദേഹം MD ആണെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കമ്പനിക്ക് ഇപ്പോൾ ഈ ചാനൽ നടത്തിക്കൊണ്ടുപോകാനുള്ള ലൈസൻസ് ഇല്ല. കാരണം എവിടെ നിന്നും ലൈസൻസ് അദ്ദേഹത്തിൻ്റെ പേരിലേക്ക് വന്നിട്ടില്ല. ലൈസൻസ് ഉണ്ടായിരുന്ന ഒരാൾ MV നികേഷ് കുമാറും അദ്ദേഹത്തിൻ്റെ പങ്കാളിയായ റാണി വർഗീസുമാണ്. അവർക്ക് 2 അവരുടെ പേരിലുള്ള ലൈസൻസിന് ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ക്ലിയറൻസ് ഇപ്പോൾ റദ്ദ് ചെയ്തുകൊണ്ടാണ് ആ വിവരം ഇപ്പോൾ കോടതിയിൽ അറിയിച്ചിരിക്കുന്നതെന്നാണ്. അതിൻ്റെ അർത്ഥം നേരത്തെ ഉണ്ടായിരുന്ന അത് ഇന്തോ ഏഷ്യൻ ന്യൂസ് ലിമിറ്റഡ്, അതെ, ആ പേരിലാണ് ആ കമ്പനി ഉണ്ടായത്. അതിനുള്ള സുരക്ഷാ ക്ലിയറൻസും ഇല്ലാതായിരിക്കുന്നു. അതായത് നികേഷിനും റാണിക്കും ചേർന്നുണ്ടായിരുന്ന ആ കമ്പനിയുടേതും കൂടി പഴയ റിപ്പോർട്ടർ ചാനലിൻ്റെ ലൈസൻസ് കൂടി ഇല്ലാതായിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് രണ്ടുമില്ല. അപ്പോൾ ഇത് സമ്പൂർണ്ണമായി യഥാർത്ഥത്തിൽ നിയമപരമായ യാതൊരു പരിരക്ഷയുമില്ലാത്തൊരു ചാനലായി. ഈ പറയുന്നത് ക്ലിയർ ആണെങ്കിൽ, രേഖാമൂലം അത് അങ്ങനെ തന്നെയാണെങ്കിൽ ഉറപ്പായിട്ടും അത് അങ്ങനെ തന്നെയാണ്. ഇനി ഇപ്പോൾ സാബു ജേക്കബ് ഉന്നയിക്കുന്ന ആരോപണം എന്താണ്? ഈ വരുന്ന പണമൊക്കെ എവിടെ നിന്നാണ്? എന്ത് വകയിലുള്ള ഇതിൻ്റെ സോഴ്സസ് എന്താണ്? ഇവർക്ക് ഈ ചാനൽ തുടങ്ങാൻ വേണ്ടി ഇവർ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സോഴ്സ് എന്താണ്? അതിനുശേഷം പല വകയിൽ ഇവർ ചെലവാക്കിക്കൊണ്ടിരിക്കുന്ന തുകയുടെ സോഴ്സ് എന്താണ്? സ്റ്റേഡിയം പണിയാനുള്ള പണത്തിൻ്റെ സോഴ്സ് എന്താണ്? അവിടെ മെസ്സിയെ കൊണ്ടുവരാൻ അവിടെ അർജൻറ്റീനിയൻ ഫുട്ബോൾ അസോസിയേഷന് കൊടുത്ത തുകയുടെ സോഴ്സ് എന്താണ്? അപ്പോൾ അങ്ങനെയുള്ള ഈ സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ കൂടി ഉന്നയിക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം തന്നെ പറയുകയാണ്, ഇവിടെ പൂർണ്ണമായും CPM സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചാനലിന്
ഇതൊക്കെ നടത്താൻ കഴിയുന്നത് CPM ആണ് ഇവരുടെ ഫണ്ട് ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ ഒരു ചോദ്യം വരുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ CPM ഫണ്ട് ചെയ്ത് നിയമപരമല്ലാതെ നടക്കുന്ന ഒരു ചാനലിനെ എന്തിനാണ് കേന്ദ്രം സപ്പോർട്ട് ചെയ്യേണ്ടത്? കേന്ദ്രം ഏത് പണ്ടേ നടപടിയെടുത്ത് അതിനെ പൂട്ടിക്കുകയല്ലേ വേണ്ടത്? അപ്പോൾ എന്തുകൊണ്ടാണത് അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്? അതിന് NDA സഖ്യകക്ഷിയുടെ കൺവീനർ കൂടിയായ സാബു എം ജേക്കബിന് മറുപടി പറയാൻ കഴിയില്ല. അപ്പോൾ ലൈസൻസ് ഇല്ലാതെ എങ്ങനെയാണ് ഒരു ചാനൽ നടന്നു പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഞാനും അത് തന്നെയാണ് നിങ്ങളോട് ചോദിക്കുന്നത്. അത് അദ്ദേഹം പത്രക്കാരോടല്ല ചോദിക്കേണ്ടത്, കേന്ദ്രത്തോട് പോയി ചോദിക്കട്ടെ. ഇപ്പോൾ സഖ്യകക്ഷിയാണല്ലോ, എന്താണ് സംഭവിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരനോട് ചോദിക്കട്ടെ, അതല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോൾ നമ്മൾ പറയാറുണ്ട്, നമ്മൾ ഈ ഡീലിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ CPMനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചാനലിനെ നിലനിർത്തിക്കൊണ്ട് കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് കേന്ദ്രത്തിൻ്റെ പരോക്ഷ സമ്മതത്തോടുകൂടി ഒരു ഡീല് നടക്കുകയാണെന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ പറയുന്നതിൻ്റെ ഒരു ലോജിക്കിൻ്റെ പ്രശ്നമാണ് ഞാൻ പറയുന്നത്. അതൊരു വശത്ത് രാഷ്ട്രീയമായി ഇതിനെ കാണേണ്ടത് എങ്ങനെയെന്നുള്ളത് ഒരു വശത്ത്. മറുവശത്ത് പക്ഷേ തീർച്ചയായിട്ടും റിപ്പോർട്ടർ ചാനൽ ഉടമകൾ തെളിയിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അവരുടെ പ്രവർത്തനം അതാണ് നമ്മൾ ചെയ്തത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതി വരെ പോയി ഫൈറ്റ് ചെയ്ത് നേടുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരു ചരിത്രമുണ്ട്, അല്ലെങ്കിൽ ആ പോരാട്ടത്തിൻ്റെ ഒരു ചരിത്രമുണ്ട്. നമ്മൾ വളരെ കൃത്യമായി നമ്മുടെ A to Z സുപ്രീം കോടതിയിൽ നമ്മളെക്കുറിച്ചുള്ള സർവ്വരേഖകളും ബോധ്യപ്പെടുത്തിയിട്ടാണ് നമുക്ക് ലൈസൻസ് തിരികെ കിട്ടുന്നത്. ഇവരും ഇതിന് പൊയ്ക്കോട്ടെ, നിയമ നടപടിക്ക് പൊയ്ക്കോട്ടെ, പക്ഷേ അവരുടെ കയ്യിൽ ആ രേഖകളുണ്ടോ അതനുസരിച്ച് അത് വ്യക്തമാക്കേണ്ടത് അവരാണ്. ഞങ്ങൾ പോരാടാൻ തയ്യാറാണ്, ഞങ്ങൾ പോരാടി ഞങ്ങളുടെ സംപ്രേഷണാവകാശം ഞങ്ങൾ നിലനിർത്തും എന്ന് പറയാനും അത് ചെയ്തെടുക്കാനുമുള്ള ബാധ്യസ്ഥത അവർക്കിപ്പോഴുണ്ട്. ഇല്ലെങ്കിൽ ആളുകളുടെ മുമ്പിൽ ഈ പറഞ്ഞ പോലെ തന്നെ സാബു ജേക്കബ് പറയുന്ന കാര്യങ്ങളിൽ കുറേ ശരിയുണ്ടെന്ന് തോന്നാനുള്ള സാധ്യതയുണ്ട്. ഒരു ചാനൽ എന്ന നിലയിൽ, മലയാളി ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂസ് ചാനൽ എന്ന നിലയിൽ അവർക്ക് അത് തെളിയിക്കാനുള്ള ബാധ്യതയുണ്ട്. അജിംസി, റിപ്പോർട്ടിനെ സംബന്ധിച്ച് സാബുവും ജേക്കബ് ഉയർത്തുന്ന ഈ ഡീൽ ആരോപണത്തിന് ആളുകളുടെ മുന്നിൽ വെച്ച് വിശ്വസിപ്പിക്കാൻ കഴിയാവുന്ന കാരണങ്ങളുണ്ടോ? ഇടതുപക്ഷം അല്ലെ CPM ഇങ്ങനെ ഒരു ഡീലുണ്ട്, അവരിതിനെ സംരക്ഷിക്കുന്നുണ്ട്, അവർ ഇടതുപക്ഷത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ള. മറുവശത്ത് ഇവരെ ആരോപണവിധേയരായി മുതലാളിമാർ ഈ കേസ് തൊട്ട് ഇങ്ങോട്ട് അവർ നേടുന്ന ഇളവുകൾ കൂടിയിട്ട് മുൻനിർത്തിയിട്ട് പരിശോധിക്കുമ്പോൾ ഇത് നമ്മൾ റഫറി കൂടി കളിക്കുന്ന ഒരു കളിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു കാരണം, ഇന്ന് സാബു എം ജേക്കബ് നടന്ന വാർത്താ സമ്മേളനത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ഈ പരാതി ആദ്യമായി ബ്രോഡ്കാസ്റ്റ് മിനിസ്റ്റർക്കാണ് നൽകിയത്, അവർ ഒരു നടപടിയും സ്വീകരിക്കാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചതെന്നാണ്. അതായത് ബ്രോഡ്കാസ്റ്റ് മിനിസ്റ്ററുടെ മുമ്പിൽ സാബു എം ജേക്കബിൻ്റെ പരാതിയുണ്ട്. എന്താണ്? ഈ ചാനൽ നടത്തുന്ന ആളുകൾക്ക് ലൈസൻസ് ഇല്ല, അവരുടെ ഇൻകം ദുരൂഹമാണ്, ഇതൊക്കെ ആയിരിക്കുമല്ലോ പറയാനുണ്ടാവുക. അപ്പോൾ ബ്രോഡ്കാസ്റ്റ് മിനിസ്റ്റർക്ക് അറിയില്ലേ അവർക്ക് ലൈസൻസ് ഇല്ലാതെ കാര്യം? അവർക്കറിയാം. അറിയാമെന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, 2021 22 ബ്രോഡ്കാസ്റ്റ് ചട്ടങ്ങൾ ഭേദഗതി ചെയ്തിരുന്നു കേന്ദ്ര സർക്കാർ. ആ ഭേദഗതിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ലൈസൻസ് കൈമാറ്റം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഒരാളുടെ പേരിൽ ലൈസൻസ് കിട്ടി, നമ്മൾ ഈ ചാനൽ വിൽക്കണമെങ്കിൽ എന്ത് വേണം? ലൈസൻസ് കൈവശമുള്ള ആൾ കൂടി അതിൽ ഡയറക്ടർ ആയിരിക്കണം, അല്ലാതെ ഈ ലൈസൻസ് കൈമാറ്റം ചെയ്യാൻ പാടില്ല. അങ്ങനെ ആ ചട്ടം വന്നതിന് ശേഷം ലൈസൻസിന് വേണ്ടി അപേക്ഷിച്ച് തുടങ്ങാനും കഴിയാതെ പോയ ചാനലുകൾ മലയാളത്തിലുണ്ട്. പ്രഖ്യാപിച്ചതിന് ശേഷം തുടങ്ങാൻ കഴിയാതെ പൂട്ടിക്കെട്ടിപ്പോയി. കാരണം ഈ ഒരു ചട്ടമാണ് പ്രശ്നം. വേറൊരാളുടെ ലൈസൻസ് വാങ്ങാൻ കഴിയില്ല. ലൈസൻസ് വാങ്ങിയാൽ അയാളെ കൂടി ഡയറക്ടർ ബോർഡിൽ ഉൾപ്പെടുത്തണം. അതിനുശേഷമാണ് റിപ്പോർട്ടർ ചാനൽ ടേക്ക് ഓവർ, റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റ് കമ്പനി ഏറ്റെടുക്കുന്നത്. ഈ ചട്ടം വന്നതിന് ശേഷമാണ്. അപ്പോൾ പലരും സംശയിച്ചത് അങ്ങനെ സാധ്യമാകും, നമ്മൾ തന്നെ സംശയിച്ചത് അങ്ങനെയാണ് സാധ്യമാവുക. അപ്പോഴാണ് മറ്റൊരു BJP നേതാവായ ശോഭാ സുരേന്ദ്രൻ റിപ്പോർട്ടർ ചാനലിനെതിരെ സമാനമായ ആരോപണം, ഇപ്പോൾ സാബു ഉന്നയിക്കുന്ന അതേ ആരോപണം ഉന്നയിച്ച് വാർത്താ സമ്മേളനം നടത്തി. ഇതിന് രൂക്ഷമായിരുന്നു ആക്ഷേപങ്ങൾ. അതിലവർ ഈ ലൈസൻസിൻ്റെ കാര്യം മാത്രമല്ല പറഞ്ഞത്, ഹോട്ടൽ ഏറ്റെടുത്ത ഇടപാടുകൾ, ആ കമ്പനി ഉടമകൾ നടത്തിയിട്ടുള്ള മറ്റ് ഇടപാടുകളിൽ കൂടി സംശയധ്വനി ഉയർത്തുന്ന വിധം. അതുമാത്രമല്ല, ഇതേ കമ്പനിയുടെ, റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റ് കമ്പനിയുടെ ഡയറക്ടർമാർ ഉൾപ്പെടുന്ന മറ്റ് കമ്പനികളുടെ ഷെൽ സ്വഭാവം, അത് ഷെൽ കമ്പനികളാണ്, പേപ്പർ കമ്പനികളാണ്, അതിന് പിന്നിൽ മണി ലോണ്ടറിങ് ആണെന്ന് വരെ ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചിരുന്നു. അതിനെതിരെ ഞാൻ ഏതറ്റം വരെയും ഫൈറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ശോഭാ സുരേന്ദ്രനെ പിന്നെ നമ്മൾ കണ്ടിട്ടില്ല. അത് നമ്മൾ ശ്രദ്ധിക്കണം. അടിവരായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ശോഭാ സുരേന്ദ്രൻ ഞാൻ അതിനെതിരെ പോരാടുമെന്ന് പ്രഖ്യാപിച്ച് പിന്നെ ശോഭാ സുരേന്ദ്രനെ കണ്ടിട്ടില്ല. എന്ത് സംഭവിച്ചെന്ന് ശോഭ തന്നെയാണ് പറയേണ്ടത്. അപ്പോൾ ലൈസൻസ് കൈമാറ്റം ചെയ്യാൻ പാടില്ല എന്ന ചട്ട ഭേദഗതി വന്നതിന് ശേഷം നടന്ന ടേക്ക് ഓവറാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ. എങ്കിൽ ഈ വർഷങ്ങളിൽ, ഈ കഴിഞ്ഞ 3-4 വർഷത്തിനിടയിൽ അതെങ്ങനെ പ്രവർത്തിച്ചു എന്ന് വ്യക്തമാക്കേണ്ടത് മിനിസ്ട്രി ഓഫ് ബ്രോഡ്കാസ്റ്റാണ്. ബ്രോഡ്കാസ്റ്റ് മിനിസ്ട്രിയാണ് പറയേണ്ടത് എങ്ങനെയാണ് ലൈസൻസ് ഇല്ലാതെ ഒരു ചാനൽ പ്രവർത്തിച്ചു എന്നുള്ളത്.
ഇനി ഈ ചാനൽ കമ്പനിയുടെ പ്രൊമോട്ടർമാർക്കെതിരെ കേസുകളുള്ള കാര്യം നേരത്തെ ശ്രീകേഷ് പറഞ്ഞു. മരമുറി കേസുണ്ട്, നേരത്തെ മാംഗോ ഫോൺ തട്ടിപ്പ് കേസുണ്ട്, പിന്നെ മെസ്സിയെ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് നാട്ടുകാരെ പറ്റിച്ച പരിപാടിയുണ്ട്. അങ്ങനെ കുറേ അധികം കാര്യങ്ങളുണ്ട്. അപ്പോൾ മരമുറി കേസ് തന്നെ എടുക്കുക. മരമുറി കേസിൽ അവരെ അറസ്റ്റ് ചെയ്തത് LDF സർക്കാരാണ്. അവർ ജാമ്യത്തിലിറങ്ങിയതിന് ശേഷം അതേ LDF സർക്കാരിനെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ, വാർത്തകൾ, പ്രസ്താവനകൾ ഇതെല്ലാം ആ ചാനലിൻ്റെ വാർത്താ കണ്ടന്റിൽ നിന്നുണ്ടാവുന്നു, ആ ചാനലിൻ്റെ ന്യൂസ് അനാലിസിസിൽ ഉണ്ടാവുന്നു. ആ ചാനലിൻ്റെ പ്രൊമോട്ടർമാർ പരസ്യമായി സർക്കാരിനെ പിന്തുണച്ച് രംഗത്ത് വരുന്നത്. അതെങ്ങനെയാണ് സംഭവിക്കുക? അപ്പോൾ എന്നെ ഒരു സർക്കാർ ഒരു കേസിൽ എന്നെ അറസ്റ്റ് ചെയ്തു, അത് കള്ളക്കേസാണെന്നാണല്ലോ എൻ്റെ വാദം. നമുക്ക് ആ സർക്കാരിനോട് മമത ഉണ്ടാവുന്നത് എങ്ങനെയാണ്? അതൊരു ഉത്തരം കിട്ടാത്ത ചോദ്യമല്ലേ? ബാക്കിയുള്ള കേസുകളിൽ കുറ്റപത്രം കൊടുക്കാൻ വൈകിയത് നമ്മുടെ മുമ്പിലുണ്ട് മരമുറിയായിട്ട്. അപ്പോൾ അത് ചില ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട്. എങ്ങനെയാണ് ഈ ഇത്ര കുപ്രസിദ്ധരായ ഒരു പ്രൊമോട്ടർമാരെ മെസ്സിയെ കൊണ്ടുവരുന്ന ഒരു ഈവൻറ്റിന് ചുമതല ഏൽപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്? അതിന് മറുപടി വേണ്ടേ? അപ്പോൾ ഉത്തരം കിട്ടാത്ത കുറേ അധികം ഡോട്ടുകളുണ്ട്. നമ്മളത് പൂരിപ്പിച്ച് നോക്കുമ്പോൾ നമ്മൾ തന്നെ കൺഫ്യൂസ്ഡ് ആവുകയാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സാബു ചോദിക്കുന്ന വളരെ നിർണായകമായ ഒരു കാര്യമാണ്, നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട് ഇവിടെ. ഈ പണം മൊത്തം എവിടെ നിന്നാണ്? മെസ്സിയെ കൊണ്ടുവരാൻ 100 കണക്കിന് കോടി രൂപ എടുത്ത് ഉടൻ ട്രാൻസ്ഫർ ചെയ്യാൻ ഈ പണം 2 ചാനൽ തുടങ്ങേണ്ട പൈസ മെസ്സിയെ കൊണ്ടുവരാൻ 100 കോടി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ 100 കോടി എന്നാ പിടിച്ചോ 100 കോടി എന്ന് പറയാൻ കഴിയുന്ന എത്ര സമ്പന്നർ കേരളത്തിലുണ്ട്? ഒരു മെസ്സിയെ കൊണ്ടുവരാൻ എന്നാ പിടിച്ചോ 100 കോടി എന്ന് പറഞ്ഞ് കൊടുക്കാൻ കഴിയുന്ന എത്ര സമ്പന്നർ കേരളത്തിലുണ്ട്? MA യൂസുഫലിക്ക് പറ്റുമോ? തോന്നുന്നില്ല. 100 കോടി MA യൂസുഫലി 100 കോടിയൊക്കെ MA യൂസുഫലിക്ക് വലിയ സംഖ്യയാണ്. അദ്ദേഹം സഹസ്ര കോടീശ്വരനായിരിക്കാം, അദ്ദേഹത്തിൻ്റെ ബിസിനസ് സാമ്രാജ്യം 100 കോടി എന്ന് പറഞ്ഞ് ദാ പിടിച്ചോ എന്ന് പറഞ്ഞ് കൊടുക്കാൻ പാകത്തിന് ദാ പണം ഞാൻ ഇപ്പം തന്നെ ബാങ്കിലൂടെ ട്രാൻസ്ഫർ ചെയ്യാമെന്ന് പറഞ്ഞ് MA യൂസുഫലിക്ക് പറ്റില്ല, രവി പിള്ളയ്ക്ക് പറ്റില്ല. എങ്കിൽ വയനാട്ടിൽ നിന്ന് മരം മുറിച്ച് കടത്തിയ നിസാര കോടികളുടെ മരമല്ലേ, അങ്ങനെ കടത്തി വെട്ടിവിൽക്കേണ്ടി വരുന്ന ഒരു ടീം എങ്ങനെയാണ് 100 കോടി ട്രാൻസ്ഫർ ചെയ്യുക? അപ്പോൾ അതിൻ്റെ സോഴ്സിനെ കുറിച്ച് അന്വേഷിക്കണ്ടേ? മരമുറി കേസിൽ ED കേസെടുത്ത് അന്വേഷണം നടത്തുമെന്ന് വാർത്ത നമ്മൾ കൊടുത്താണ് അല്ലേ, എല്ലാ ചാനലും കൊടുത്താണ്. ആ ED കേസ് അന്വേഷണം എന്തായി? എന്തുകൊണ്ടാണ് ED അത് അന്വേഷിക്കാത്തത്? ED ഏത് കേസാണ് അന്വേഷിക്കാതെ പിന്മാറുന്നത്? നമുക്കറിയാം, കൊടകര കുഴൽപ്പണ കേസ്, അങ്ങനെയുള്ള കേസുകളാണ്. അത് ആരുമായി ബന്ധപ്പെട്ട കേസാണ്? BJP-യുമായി ബന്ധപ്പെട്ടാണ്. എങ്കിൽ ഈ ആൻഡോ അഗസ്റ്റിന് BJP-യുമായിട്ട് ബന്ധമുണ്ടോ? ആൻഡോ അഗസ്റ്റിൻ ഈ ചെലവാക്കുന്ന പണം 100 കോടി കൊടുത്തു എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞതാണ്. 100 കോടി അർജൻറ്റീനയിലേക്ക് അയച്ചു. എങ്കിൽ ആ 100 കോടിയുടെ സോഴ്സ് എന്താണ്? അത് ആൻഡോയുടെ തന്നെ പണമാണോ? അതല്ല, ആ പണത്തിൻ്റെ യഥാർത്ഥ സ്രോതസ്സ് EDക്ക് ട്രേസ് ചെയ്യാൻ കഴിയാത്ത സ്രോതസ്സാണോ? ED ഭയക്കുന്ന സ്രോതസ്സാണോ? എങ്കിൽ അത് കുറേ കൂടി എന്താണ്, ഒരു ഗൂഗ്ലിയായി മാറുകയാണ്. ഒരു വശത്ത് തങ്ങളെ അറസ്റ്റ് ചെയ്ത LDF സർക്കാരിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പ്രൊമോട്ടർമാർ, അതേ പ്രൊമോട്ടർമാരുടെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കാൻ ഭയക്കുന്ന ED, കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കൾ ഒരു ഘട്ടത്തിൽ അവർക്കെതിരെ ആരോപണം ഉന്നയിച്ച് വളരെ പെട്ടെന്ന് പിന്മാറി നിശബ്ദരാകുന്നു. സാബു ജേക്കബ് എത്ര നാൾ ഈ പോരാട്ടം തുടരും? അല്ല, പിന്നെ രാജീവ് ചന്ദ്രശേഖരൻ തന്നെ ഇദ്ദേഹത്തിനെതിരെ രംഗത്ത് വന്നതാണല്ലോ. എന്നിട്ട് അവിടെ അപ്പോൾ BJP-യുടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള നേതാക്കൾ പോലും ഭയക്കുന്ന ഒരാളാണ് ആൻഡോ അഗസ്റ്റിനെങ്കിൽ ആൻഡോ അഗസ്റ്റിൻ്റെ പിന്നിലുള്ള ആ ശക്തി ആരാണ്? അവരുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? ആ പണത്തിൻ്റെ സ്രോതസ്സ് മറ്റെവിടെയെങ്കിലും ആണെങ്കിൽ ആ പണം കേരളത്തിലേക്ക് ഒഴുകുന്നതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? ഇത് ഒരു സമസ്യയാണ്. കുറേ അധികം ഡോട്ടുകളുണ്ട്. ആ മിസ്സിംഗ് ഡോട്ടുകൾ നമ്മൾ പൂരിപ്പിക്കണം. അത് ഉത്തരം കിട്ടും. ഇപ്പോഴൊന്നും ആയിരിക്കില്ല, ചിലപ്പോൾ കിട്ടിയേക്കും. ഇതൊക്കെ പൊളിയുന്നൊരു സമയം വരും, അന്ന് കിട്ടിയേക്കും. അതെ, സാബു ജേക്കബ് ഉന്നയിച്ച ആ ആരോപണങ്ങൾക്കുള്ള ഉത്തരം അധികം വൈകാതെ കിട്ടുമെന്ന് നമുക്ക് കരുതാം.